ആയിത്തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഭവങ്ങൾ അത്രയും പരസ്യമായ സ്ഥലത്ത് കടന്നു വന്ന് യേശു കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം ഒന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ ദിവസം പ്രതി കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥകളാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. എപ്പോൾ വേണമെങ്കിലും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ മരണദൂതൻ കടന്നുവെന്ന് പേടിക്കാം. അതേ മരണത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വിഷമുള്ളായി അതിനെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു കറുത്ത പുഷ്പമായി അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ മരണദൂതൻ കടന്നെന്ന് പിടിക്കാറുണ്ട്. അത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിന്റെ മുമ്പിലുള്ളവരാ. എന്നാൽ ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെയും തച്ചടച്ചുകൊണ്ട് അതേ മരണത്തിന്റെ അവസ്ഥയെ കടന്നു വന്ന് പിടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ ഉടയവനായ യേശു കർത്താവ് ഇന്നും ജീവിക്കുക. മരണത്തിന്റെ നീക്കുവൊക്കെ നൽകിത്തരാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് കേട്ടോ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, ആത്മാക്കളുടെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ. ഈ ലോക സംഭവങ്ങളൊക്കെയും ഇത് വിളിച്ചോടുമ്പോൾ ഞാൻ പറയട്ടെ, യേശു ഭൂമിയിൽ കടന്നു വന്നു, മരിച്ചു, അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയ ആ യേശു കർത്താവ് വീണ്ടും തന്നെ മക്കളെ ചേർക്കാനായി ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരാൻ കാലമായി. വരവിന്റെ അടയാളമായി ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുക. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഞെട്ടിക്കുന്ന മഹാമാരികൾ, മഹാവ്യാധികളൊക്കെയും ഭൂമിയിൽ കടന്നു വരിക. മാത്രമല്ല, ഭൂമി പിടിപിടി പൊട്ടിയും, ഭൂമി കെരുവിനെ കയറിയും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടിയും, ഭൂമി കാവൽ മാടം പോലെ ആടിയും അതിനകത്തും അതിന്റെ മേൽ ഭാരമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഭൂമിക്ക് അതേ ഭാരമായിരിക്കുന്ന അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തില്? അകത്യം പെരുകി, പാപം പെരുകി, മനുഷ്യൻ എന്ത് ചെയ്യുന്നെന്ന് അറിയാതെ ഈ ലോകത്തിൽ ഞെട്ടിക്കുന്ന പോലെ സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം തരുന്ന, നമുക്ക് വിടുതൽ തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഒന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവും ദൈവത്തിന്റെ വചനവും മാത്രമേ